വരൾച്ചയും ക്ഷാമവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ രാജാവായ രന്തിദേവനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് ഞങ്ങൾക്കായി പ്രജാപത്യ വ്രതമെടുക്കുകയാണെങ്കിൽ നമുക്ക് സമൃദ്ധിയായി മഴ ലഭിക്കും. 48 ദിവസത്തെ നിർജ്ജല ഉപവാസത്തിനു ശേഷം ഇതാ മഴ പെയ്യാൻ ആരംഭിച്ചു. 4 ചപ്പാത്തികളും 1 ഗ്ലാസ് വെള്ളവും എടുത്ത് അദ്ദേഹം ഉപവാസം അവസാനിപ്പിക്കാനിരുന്നു. അപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ മുമ്പിലെത്തിയ 2 പേർക്ക് അതിൽ നിന്ന് 2 റൊട്ടികൾ അദ്ദേഹം കൊടുത്തു. ശ്മശാന പാലകനായ അതിലൊരാൾ പറഞ്ഞു, എനിക്ക് 4 പട്ടികളുണ്ട്, അവർക്കും വിശക്കുന്നുണ്ടാവുമെന്ന്. ബാക്കിയുള്ള ചപ്പാത്തികളും രാജാവ് അയാൾക്ക് നൽകി. വ്രതം അവസാനിപ്പിക്കാൻ ഇനി രാജാവിന്റെ കയ്യിലുള്ളത് വെള്ളം മാത്രമാണ്. അത് കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ അപ്പോൾ ഇതാ മറ്റൊരാൾ വരുന്നു. താൻ ദാഹിച്ചു വലഞ്ഞു വരുന്നു എന്നും ദാഹജലം നൽകിയാൽ വലിയ ഉപകാരമായി എന്നും. 48 ദിവസമായി നിർജ്ജല ഉപവാസത്തിലിരിക്കുന്ന രാജാവ് പൂർണ്ണ മനസ്സോടെ ആ ജലം അയാൾക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് തൃപ്തനായാലും. ആ വ്യക്തി രൂപം മാറി ദേവേന്ദ്രനായി രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് ആർജിച്ചിരിക്കുന്ന പുണ്യം കൊണ്ട് അങ്ങേക്ക് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാമെന്ന്. സ്വർഗത്തിൽ എന്തുണ്ടാവുമെന്ന രാജാവിന്റെ ചോദ്യത്തിന് ഇന്ദ്രൻ വിശദമായി മറുപടി നൽകി. ദുഃഖിതരുടെ ദുഃഖമകറ്റാനുള്ള സംവിധാനങ്ങൾ സ്വർഗത്തിലുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ഇന്ദ്രൻ മറുപടി നൽകി. ഇല്ല, നിങ്ങളുടെ പുണ്യശേഖരം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ജന്മമെടുക്കേണ്ടി വരും. രാജാവ് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലോ പുനർജന്മത്തിലോ സുഖഭോഗങ്ങളിലോ ആശയില്ല. ദുഃഖിതരും പീഡിതരുമായവർ ഭൂമിയിലുള്ളിടത്തോളം കാലം ഞാൻ അവരുടെ കൂടെ കഴിഞ്ഞുകൊള്ളാം. ഞാൻ ഈ ഭൂമിയിൽ കഴിഞ്ഞ് ഇവിടം സ്വർഗമാക്കിക്കൊള്ളാം. ഈ ഭാരതഭൂമി നിങ്ങളെ ജന്മജന്മാന്തരങ്ങളായി വിളിക്കുന്നത് പരമാത്മാവിനെ ദർശിക്കാനാണ്.